മുത്തുംപവിഴത്തിലേക്ക് വീണ്ടും സുസ്വാഗതം. ഒ.എൻ.വി. സാറിൻ്റെ ഗാനങ്ങളിലെ പാടുക അല്ലെങ്കിൽ പാടി അല്ലെങ്കിൽ പാട്ട് എന്ന് പറയുന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ഒരു അന്വേഷണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ സുഹൃതം. മലയാളികൾക്ക് സുഹൃതമായൊരു സിനിമയാണ്. എം.ടി. സാർ, ഹരികുമാർ സാറിൻ്റെ അവരുടെ ടീമിലുണ്ടായൊരു ചിത്രമാണ്. അതിമനോഹരമായ ചിത്രം തന്നെയാണ് സുഹൃതം. ഇതിൻ്റെ സംഗീതം ശ്രീ രവി ബോംബെ സാറാണ്. ഇതിൽ യേശോ സാർ പാടിയൊരു ഗാനമുണ്ട്. കടലിനഗാധമാം നീലിമയിൽ കതിർ ചിന്നും മുത്തുപോലെ പവിഴം പോലെ. കടലിനഗാധമാം നീലിമയിൽ കടലിനഗാധമാം നീലിമയിൽ. ഈ ഗാനത്തിൻ്റെ ചരണത്തിലാണ് നമ്മൾ അന്വേഷിക്കുന്ന ആ പദം വന്നിരിക്കുന്നത്. നർത്തനമാടുവാൻ മോഹമാണെങ്കിലേ ഹൃത്തടം വേദിയാക്കൂ. എന്നന്തരംഗ നികുഞ്ചത്തിലേതോ ഗന്ധർവർ പാടാൻ വന്നു. കണ്ട, എന്നന്തരംഗ നികുഞ്ചത്തിലേതോ ഗന്ധർവർ പാടാൻ വന്നു. അവിടെ അദ്ദേഹം പാടാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നന്തരംഗ നികുഞ്ചത്തിലേതോ ഗന്ധർവർ പാടാൻ വന്നു. ഇതിലെ മറ്റൊരു ഗാനമുണ്ട്. മറ്റൊരു സിറ്റുവേഷൻ കൊണ്ട് എഴുതിയാണ്. രോഗാതുരമായ മനസ്സ് ശരീരവുമായി ചികിത്സയ്ക്ക് വിധേയനാകുന്ന ഇതിലെ മമ്മൂട്ടി സാർ അവതരിപ്പിച്ച കഥാപാത്രം. സഹസ്രദള സംശോഭിത നളിനം പോലെ മഹാഗഗനം സമസ്ത ഭുവനം കാക്കുമനാദി മഹസ്സിൻ സോപാനം. ആ തിരുനളിന പരാഗം ചാർത്തുക അകമിഴിയാമരവിന്ദം. ആത്മദളങ്ങളിലാവാഹിക്കുക അതിൻ്റെ ദിവ്യ സുഗന്ധം, അതിൻ്റെ ദിവ്യ സുഗന്ധം. അതിമനോഹരമായി പിക്ചറൈസ് ചെയ്തിട്ടുള്ള ഗാനമാണ്. നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക അനുഭൂതി തലത്തിലേക്ക് ഈ ഗാനം ഉയർത്തിക്കൊണ്ടുപോകുന്നു. സഹസ്രദല സംശോഭിത നളിനം പോലെ മഹാഗഗനം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ ബിറ്റ്വീനിലാണ് ഈ വാക്ക് വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്ക് വരുന്നത്. വീണുടയുന്നൊരു മൺകുടമീയുടൽ നീ അതിനുള്ളിൽ നിറയാവൂ. പ്രാണനൊരരുമ പ്രാവായി പാടുകയാണതിൻ നിൻ തിരുനാമങ്ങൾ. നോക്കൂ, വീണുടയുന്നൊരു മൺകുടലാണ്. ഫിലോസഫിക്കലായിട്ടാണ് പറയുന്നത്. ഈ ശരീരം വീണുടയുന്നൊരു മൺകുടമാണ്. അതിൻ്റെ ഈ ഉടൽ വീണുടയുന്നൊരു മൺകുടം. ഈ ഉടൽ നീ അതിനുള്ളിൽ നിറയാവൂ, ചൈതന്യമായി നീ അതിനുള്ളിൽ നിറയാവൂ. പ്രാണൻ അതിനുള്ളിൽ ഒരു അരുമ പ്രാവായി പാടുകയാണ് നിൻ തിരുനാമങ്ങൾ എന്നാണ്. സർവശക്തനായ ശക്തിയെ തന്നെയാണ് ആരാധിച്ച് പറയുന്നത്. അവിടെ അദ്ദേഹം പാടുകയായി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാണനൊരരുമ പ്രാവായി പാടുകയാണതിൽ നിൻ തിരുനാമങ്ങൾ. അപ്പോൾ സുഹൃതം എന്നുള്ള അതിഗംഭീരമായ ഈ ചിത്രത്തിലെ ഈ രണ്ട് ഗാനങ്ങളിലും അദ്ദേഹം തൻ്റെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒ.എൻ.വി. സാറിൻ്റെ നമ്മളിങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഏത് ചിത്രങ്ങൾ എടുത്താലും, ഞാൻ നേരത്തെ പറയാം, 100 ഗാനങ്ങൾ എടുത്താൽ 95 ഗാനങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോകുന്നേയില്ല. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഗാനരചന എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. അദ്ദേഹത്തിന് ഒരുപാട് പ്രാവശ്യം സംസ്ഥാന അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞുള്ള പലരും പറഞ്ഞപ്പോൾ ഈ കൊച്ചു കൊച്ചു വർണ്ണക്കടലാസുകൾ ഇങ്ങനെ കിടക്കുന്ന അതെല്ലാം കൂടെ വെട്ടി ഇങ്ങനെ ഒട്ടിച്ചിങ്ങനെ ഉയർത്തി കാണിക്കുന്ന അത്രയേ ഉള്ളൂ. കവിത പോലെ അല്ല സിനിമാ ഗാനങ്ങൾ. കവിതയ്ക്ക് കുറച്ചുകൂടെ ഗാംഭീര്യതയും കാര്യമുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ആ വെട്ടിയുണ്ടാക്കിയ വർണ്ണക്കടലാസുകളുടെ കൂട്ടത്തിൽ ഇനിയും എത്രയെല്ലാം ഗാനങ്ങളുണ്ട് ഈ പദം വരുന്നതെന്ന് നമുക്ക് വീണ്ടും അന്വേഷിക്കാം. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിട പറയുന്നു.